അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഈ മലൻ ടി വി എന്ന വൃത്തികെട്ട ചാനലിൽ ചെയ്യുന്ന ചില വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തന്നെ. അപ്പോൾ മരിച്ച വ്യക്തിയെ പോലും വിടാത്ത ഒരു വൃത്തികെട്ട ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ഏതോ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു എന്ത് ഈ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം എന്നുള്ളത്. അപ്പോൾ ജനറ്റി എന്ത് ചെയ്തു, ഇതിനെ ഏറ്റെടുത്തിട്ട് ഈ കോൺഗ്രസിന്റെ അകത്ത് ആരാണ് മുസ്ലിം ഉള്ളത് നോക്കിയപ്പോൾ നമ്മുടെ ഈ അഹമ്മദ്, അയാൾ വർഷങ്ങളായിട്ട് അയാൾ മരിക്കുന്നവരേക്ക് അയാൾ MP തന്നെ. അപ്പൊ അയാളുടെ പേര് അങ്ങോട്ട് മെല്ലെ ലൈവിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, അയാളെ കുറിച്ച് ചർച്ച ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ഈ അഹമ്മദുമായിട്ട് IS ബന്ധപ്പെടുത്തുക, അതുപോലെ തന്നെ തീവ്രവാദികളായിട്ട് ബന്ധപ്പെടുത്തുക. എന്ത് മനുഷ്യരാണല്ലേ, മരിച്ച ആളുകളെ പോലും വിടാത്ത ചില മനുഷ്യർ. ഈ ദുഷ്ടന്മാരൊക്കെ ഈ ലോകത്ത് സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ വന്ന് ആരോപിക്കുന്നത്. ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഈ മുംബൈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിനാണ് ബന്ധം. ആ സമയത്ത് മുസ്ലിമായ ആൾക്കാർ ആരൊക്കെയാണ് കോൺഗ്രസിലുള്ളത് MP ആയിട്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതാണ് നമ്മുടെ ജനൻ TV. വേറെ ആരും കോൺഗ്രസിലില്ല, പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളി എന്ന തീവ്രവാദിയൊക്കെ നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തികെട്ട ചാനലിനൊക്കെ എന്താ പറയുക. ഇതിനെയും സപ്പോർട്ട് ചെയ്തിട്ട് പാവം അങ്ങേരെ എന്ത് തെറി വിളിച്ചിട്ട് ഈ ജനൻ TV കമന്റ് ബോക്സിൽ പോലും ഇത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത മനുഷ്യർ. ഇതിന് വലിയ വിറ്റെന്തറിയോ, ഈ പറഞ്ഞ വെട്ടവളിയൻ ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഭരിക്കുന്ന സമയത്ത് ഈ തീവ്രവാദികളെ കൊണ്ടുവന്നിട്ട് സ്വന്തം രാജ്യത്തിനുള്ളിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. ഭരണം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ഏറ്റവും കൂടുതൽ പരാജയം ഉണ്ടാക്കുക. അപ്പോൾ ഇവര് പറയാണ് ഒരു വെളിവില്ലാതെ, ഇയാൾ വന്നിട്ട് പറയാണ് ഒരു വെളിവില്ലാതെ കോൺഗ്രസ് ആണ് ഇതിന്റെ കാരണം, കോൺഗ്രസ് ആണ് ഈ തീവ്രവാദിയുടെ ഉള്ളിലേക്ക് വിട്ടത് എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശക്തനായ പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദികളൊന്നും വരാത്ത രീതിയിലാണ് ഇവരുടെ എല്ലാ വർത്താനം കാണുമ്പോൾ, ഇല്ലേ? ആലോചിച്ച് നോക്ക്. ഈ കാലങ്ങളായിട്ട് ഇന്ത്യൻ്റെ അകത്ത് വന്ന് തീവ്രവാദം ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു രീതിയിലും തടയാൻ കഴിയുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കാശ്മീരിൽ വന്നിട്ട് 30-39 ആൾക്കാരെ പേര് ചോദിച്ചിട്ട് കൊന്നിട്ട് പോയത്. ഇതൊക്കെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമില്ലേ? അപ്പൊ ഇതിനെ മാത്രം കൊണ്ടുവരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ മലൻ TV എന്ന വൃത്തികെട്ട ചാനലിൽ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ആരോപിക്കുകയാണ് മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ട് എന്ന്. അത് അവിടെ വന്നിട്ട് പറഞ്ഞതോടുകൂടി ഇവിടെ ഈ മലൻ TV ചർച്ച ചെയ്യുകയാണ്, ഇതാരാണ് ഇതിൻ്റെ അകത്ത് മുസ്ലിം ഉള്ളത് ഈ പാർട്ടിയുടെ അകത്ത് എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഒരു MP ആയി നിന്ന വ്യക്തി നമ്മുടെ ഈ അഹമ്മദിനെ അങ്ങോട്ട് പിടിച്ച് അയാളുടെ ചിത്രമെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലൈവ് ചർച്ച അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇവർ എന്ത് ചെയ്യുന്നു, പരസ്പരം സംസാരിച്ച് മാക്സിമം ഇതൊന്നുമില്ല, ചുമ്മാ സംസാരിക്കുമ്പോൾ അതിൻ്റെ താഴത്ത് വന്നിട്ട് ഇയാളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഇയാളെ ഒരു രാജ്യദ്രോഹിയാക്കിക്കൊണ്ട് കമന്റ് അടിക്കുക, അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മറ്റുള്ള വിഷം തുപ്പുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള നാറികളൊക്കെ എടുത്തിട്ട് അലക്കുക. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഹമ്മദിന്റെ കുടുംബം തീർച്ചയായിട്ടും ഈ മലൻ TVക്കെതിരെ പരാതി കൊടുക്കാനുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയത്തെ മലൻ TV ആണ് കൊണ്ടുവരുന്നത്, അതല്ലാതെ ഒരിക്കലും മറ്റാൾ പറയുന്നില്ല. അയാൾ കോൺഗ്രസിനെയാണ് ആരോപിക്കുന്നത്. ഏത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും ഈ വ്യക്തിയെ അല്ല പറയുന്നത്, ഈ അഹമ്മദിനെ അല്ല പറയുന്നത്. പക്ഷെ അതിനെ മലൻ TV ഈ അഹമ്മദാക്കി മാറ്റുകയാണ്. എന്തുകൊണ്ടാണ്? കോൺഗ്രസിനകത്ത് മുസ്ലിമായിട്ട് നല്ല സ്ട്രോങ്ങിൽ നിന്ന ഒരേ ഒരു വ്യക്തി ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാളുടെ പേര് മറ്റൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് അറിയോ, മറ്റുള്ളവരുടെ പേര് കൊണ്ടുവരും. അത് നമ്മുടെ മലൻ TVക്ക് വല്ലാതെ അങ്ങോട്ട് വിഷമം വരും. സ്വന്തം സമുദായത്തെ പറയുമ്പോൾ അങ്ങോട്ട് സഹിക്കില്ല. അതുകൊണ്ടാണ് ഈ അഹമ്മദിനെ കൊണ്ടുവന്നിട്ട് അത് വലിയ രീതിയിൽ പോസ്റ്ററൊക്കെ അടിച്ചിട്ടാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അഹമ്മദിന്റെ കുടുംബം നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ 100% ഈ മലൻ TVക്കെതിരെ ശക്തമായിട്ട് രീതിയിൽ നീങ്ങണം. അതല്ലെങ്കിൽ അത് വളരെയധികം മോശമാണ്, അങ്ങേരോട് ചെയ്യുന്ന നീതിയില്ലായ്മയാണ്. അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ കമന്റിൽ പറയുക, എന്തുകൊണ്ടാണ് മലൻ TV മരിച്ച വ്യക്തിയെ പോലും വിടാതെ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങേരുടെ പേരാണോ അങ്ങേരുടെ മതമാണോ എന്നുള്ളത് കമന്റിൽ പറയുക.